ഞാനിപ്പോൾ കടന്നു പോകുന്നത് അടൂർ ഗവൺമെൻറ് UP സ്കൂളിലെ 6ാം ക്ലാസ് B ഡിവിഷനിൽ ഇരിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഈ വേദിയിൽ ഒരിക്കലും ശ്യാമള ടീച്ചറെ കണ്ടുമുട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. എന്നെ 6ാം ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി പാട്ട് പാടിച്ചിട്ടുണ്ട് ശ്യാമള ടീച്ചർ. അന്ന് പാടിയ പാട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഞാൻ 2 വരി അത് പാടിക്കോട്ടെ ടീച്ചറെ. ഓണത്തുമ്പിവാ ഓമനത്തുമ്പിവാ ഓണത്തുമ്പിവാ. ടീച്ചർ ആ പാട്ട് മറന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. ഇനിയുണ്ട വരികൾ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ശ്വാസമൊന്നും നിൽക്കുന്നില്ല ടീച്ചറെ. ഇതൊരു വല്ലാത്ത അനുഭവമാണ്. ഇതാണ് കലയുടെ കരുത്ത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആ ഓർമ്മ അയവിറക്കിയത്. പറഞ്ഞാലും തീരാത്ത കലയുമായി ബന്ധപ്പെട്ട മനുഷ്യർ ജീവിച്ച് മണ്ണടിഞ്ഞവരും ഇന്നും ജീവിച്ചിരിക്കുന്നവരുമായ എണ്ണിയാലൊടുങ്ങാത്ത കലാസ്വാദകർ, കലോപാസകർ ജീവിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ഇറങ്ങിയ സുവനീറിൻ്റെ പേര് ശ്രീജിത്ത് തന്നെ അതിൻ്റെ പ്രൂഫ് കൊണ്ട് കാണിച്ചപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ. പ്രാണ എന്നായിരുന്നു അതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ കല പ്രാണനായി സ്വീകരിച്ച കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത്